ദൈവത്തിൽ നിന്നും നമ്മുടെ പുത്രനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന നമ്മുടെ കർത്താവായ ക്രിസ്തു യേശുവിൽ നിന്നും നമുക്ക് ഏവർക്കും കൃപയും സമാധാനവും ലഭ്യമാവുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹീതമാവുന്ന വിശുദ്ധ പ്രഭാതത്തിൽ ദീർഘമാവുന്ന ഒരാഴ്ചയുടെ യാത്രയ്ക്കായിട്ടൊരുങ്ങുന്ന ഈ നാളിൽ അല്പസമയം ധ്യാനത്തിലുള്ള വേദഭാഗം വായിച്ചു കേട്ട പഴയ നിയമവേദഭാഗം യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും. നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലെ വരണ്ട പ്രദേശങ്ങളിലും നിവാസികളില്ലാത്ത ഉവർ നിലത്തും പാർക്കും. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല. അതിലെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. കർത്താവായ ക്രിസ്തേശുവിനാൽ അനുഗ്രഹിക്കപ്പെടുന്ന പ്രിയമുള്ളവരെ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മനുഷ്യൻ ദൈവസന്നിധിയിലൊക്കെ എങ്ങനെ ജീവിക്കണം, വിശ്വാസത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഒരു വേദഭാഗമാണ് ഇവിടെ നാം വായിച്ചു കേട്ടത്. പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടമാക്കി വിഗ്രഹ ആരാധനയുടെയും മിളച്ചമായ ജീവിതാനുഭവങ്ങളിലൂടെയൊക്കെ കടന്നുപോയ ജനതയെ വീണ്ടും അടിമത്വത്തിലേക്ക് അയക്കും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മനുഷ്യൻ ദൈവസന്നിധിയിൽ എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു വേദഭാഗമാണ് യെരമ്യാവ് 17-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുക. ഇവിടെ 17-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ നാം ഒന്ന് വായിക്കുകയാണെങ്കിൽ ജനതയുടെ പാപാവസ്ഥയെ കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന മ്ലേച്ഛകരമായ ജീവിതത്തെ കർത്താവ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തുടർന്ന് കർത്താവ് പറയുകയാണ്: ഞാൻ അവരെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ അവരെ അടിമത്വത്തിലേക്ക് അയക്കും. അവരുടെ സന്തോഷങ്ങൾ നഷ്ടമായി പോകും. അവരുടെ സമാധാനം സ്വസ്ഥതയില്ലാത്തൊരനുഭവമായി തീരും. ഒരു താഴ്വാരങ്ങളിൽ കൂടെ കടന്നു പോകുന്ന അനുഭവം ജനതയ്ക്കുണ്ടാകും എന്ന് പറയുകയാണ് ഇവിടെ കർത്താവ് ചെയ്യുന്നത്. തുടർന്ന് കർത്താവ് പറയുന്നത് മനുഷ്യനിൽ ആശ്രയിക്കുന്ന അവസ്ഥയും ദൈവത്തിൽ ആശ്രയിക്കുന്ന അവസ്ഥയുമൊക്കെ കർത്താവ് ഇവിടെ വിവരിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മോട് ചോദിക്കേണ്ട, ഈ ഒരു ധ്യാനത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഞാൻ എന്ന വ്യക്തി, നീ എന്ന വ്യക്തി മരുഭൂമിയിലെ ചൂരച്ചെടിയാണോ അതോ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷമാണോ? മരുഭൂമിയിലെ ചൂരച്ചെടിയുടെ സ്വഭാവത്തെയും ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷത്തിൻ്റെ പ്രത്യേകതയും കർത്താവ് അതിൻ്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഇന്നെൻ്റെ ചിന്തയിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് 2 മനുഷ്യവിഭാഗത്തെ കാണുവാനായിട്ട് സാധ്യമാകും. ഒന്നാമത്തെ മനുഷ്യൻ ജഡത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ, രണ്ടാമത് ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ. ജഡത്തെ ആശ്രയമാക്കുകയും ജഡത്തിൽ ജീവിക്കുവാനായിട്ട് ശ്രമിക്കുന്ന മനുഷ്യൻ, അവൻ്റെ അവസ്ഥ കർത്താവ് പറയുകയാണ്. രണ്ടാമത്തെ മനുഷ്യൻ എന്ന് മറ്റാളുടെ മനുഷ്യ വിഭാഗം എന്ന് പറയുന്നത് ജഡത്തിൻ്റെ രീതികൾ വിട്ടുപേക്ഷിച്ച് ദൈവികമാവുന്ന രീതിയിലേക്ക് കടന്നു വരുന്ന, ദൈവത്തിൽ ആശ്രമിക്കുന്ന ഒരു മനുഷ്യൻ, അവന് കിട്ടുന്ന ഫലത്തെയും കർത്താവ് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ ഒരു വേദഭാഗം വായിക്കുമ്പോൾ വൈവിധ്യങ്ങളാകുന്ന 5 കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധയിൽ കൊണ്ടുവരുവാനായിട്ട് കഴിയും. ഒന്നാമത് കാണുവാനായിട്ട് കഴിയുന്നത് 17-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്:
മനുഷ്യരിൽ ആശ്രയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. 7-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. രണ്ടാമത് പറയുന്നു 5-ാമത്തെ വാക്യത്തിൽ തന്നെ, ശപിക്കപ്പെട്ട മനുഷ്യൻ ജഡത്തെ തൻ്റെ ശക്തിയാക്കി തീർക്കേണ്ടത്, അവൻ ജഡത്തിൽ മാത്രം ആശ്രയിക്കുകയാണ്. 7-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുന്നുണ്ട്, അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യൻ യഹോവയെ തൻ്റെ ആശ്രയമാക്കി തീർക്കും, യഹോവയോടൊപ്പം ചേർന്നിരിക്കുന്നു എന്നവിടെ പറയുകയാണ്. മൂന്നാമത് കാണുവാൻ കഴിയുന്നത് 6-ാമത്തെ വാക്യം, ശപിക്കപ്പെട്ട മനുഷ്യൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാവുന്നു. ചൂരച്ചെടിക്കൊരു പ്രത്യേകതയുണ്ട്. മരുഭൂമിയിൽ നടുന്ന ഒരു ചെടിക്കൊരു പ്രത്യേകതയുണ്ട്. അത് ഒത്തിരി വളർന്ന് വലുതാകത്തില്ല. ചൂട് തട്ടുമ്പോൾ അത് ക്ഷണത്തിൽ കരിഞ്ഞ് വാടിപ്പോകും, അതിന് പെട്ടെന്ന് നാശമുണ്ടാകുമെന്നാണ്. അപ്പോൾ ശപിക്കപ്പെട്ട മനുഷ്യൻ മരുഭൂമിയിലെ ചുരച്ചെടി പോലെയും, 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ, അത് സമൃദ്ധിയുള്ള ഒരു വൃക്ഷമായി, പച്ചപ്പുള്ള ഒരു വൃക്ഷമായി തീരുന്നു എന്നാണ്. 4-ാമതായി പറയുന്നുണ്ട്, 6-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുന്നു, ശപിക്കപ്പെട്ട മനുഷ്യൻ നന്മ വരുമ്പോൾ അത് കാണുകയില്ല. 8-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യൻ ഉഷ്ണം തട്ടുമ്പോൾ, അവൻ്റെ ജീവിതത്തിൽ ചൂടുണ്ടാകുമ്പോൾ അവനൊരിക്കലും അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട അവസ്ഥ ഉണ്ടാകത്തില്ല. അവസാനവും 5-ാമതായിട്ട് പറയുന്നുണ്ട്, 6-ാമത്തെ വാക്യം, ശപിക്കപ്പെട്ട മനുഷ്യൻ വരണ്ട പ്രദേശങ്ങൾ വസിക്കുന്നുണ്ട്, അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യൻ ഏത് സാഹചര്യത്തിലും അവനിങ്ങനെ ഫലം കാഴ്ചകൊണ്ടിരിക്കും. ഇതാണ് ഈ ഭാഗത്തിൽ കാണപ്പെടുന്ന 5 വൈവിധ്യങ്ങളാകുന്ന സ്വഭാവം. അപ്പം നമ്മുടെ ജീവിതത്തോടുകൂടെ നാം ഒന്ന് ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ, ഇന്നിൻ്റെ ചിന്തകളോടുകൂടെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ, ഈ 5 വൈവിധ്യങ്ങളാകുന്ന സ്വഭാവത്തെ നമ്മൾ പലപ്പോഴും കാണുവാനായിട്ട് സാധ്യമാകും. ഒരുപക്ഷെ ശപിക്കപ്പെട്ട തലങ്ങളിൽ കൂടെ അല്ലെങ്കിൽ പ്രയോജനമില്ലാത്ത തലങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരായും, മറ്റൊരു ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട പ്രയോജനമുള്ള ഒരു തലങ്ങളിലൂടെ കടന്നു പോകുന്ന മാനുഷിക തലങ്ങളിൽ കൂടെയൊക്കെയാണ് നാം ജീവിക്കപ്പെടുന്നത്. ഇവിടെ വേദപുസ്തകം നമ്മെ 5 കാര്യങ്ങളാണ് ഓർമ്മ. ശപിക്കപ്പെട്ട മനുഷ്യന്റെ 5 അവസ്ഥകളും അനുഗ്രഹിക്കപ്പെടുന്ന മനുഷ്യന്റെ 5 അവസ്ഥകളും കർത്താവ് ഇവിടെ വിവരിക്കുകയാണ്. ഈ 2 വിഭാഗങ്ങൾ നമ്മുടെ മുൻപിൽ നിൽക്കപ്പെടുമ്പോൾ, ഞാൻ ഈ 2 വിഭാഗങ്ങൾ ഏത് വിഭാഗത്തിലാണ് നിൽക്കുന്നത്? ഈ ധ്യാനം നമ്മെ പഠിപ്പിക്കുന്നതാണ്. നാം ഏത് വിഭാഗത്തിലാണ് നിൽക്കുന്നത്, ഏത് ഭാഗത്താണ്, ഏത് മനുഷ്യരുടെ കൂട്ടത്തിൽ നിൽക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുക? നിങ്ങൾ ഏത് മനുഷ്യരുടെ കൂട്ടത്തിൽ നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുക? കർത്താവ് വളരെ വ്യക്തമായിട്ട് ഇവിടെ പഠിപ്പിക്കുകയാണ്. 1-ാമത്തെ സങ്കീർത്തനം നാം ഇവിടെ വായിച്ചു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയെ നിൽക്കാതെയും ഇരിക്കുന്ന മനുഷ്യൻ അവൻ ഭാഗ്യവാനാണ്. യഥാർത്ഥത്തിൽ ആരാണ് ഭാഗ്യവാൻ? ലൂക്കോസ് സുവിശേഷം അതിൻ്റെ നാം വായിച്ചു കേട്ട വേദഭാഗം, ലൂക്കോസ് അതിൻ്റെ 6-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള വാക്യത്തിൽ പറയുന്നത് ആരാണ് യഥാർത്ഥത്തിൽ ഭാഗ്യവാൻ? വളരെ വ്യക്തമായി പറയുകയാണ്, ഈ ദൈവത്തെ ആശ്രയമാക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യപ്പെടുന്ന മനുഷ്യൻ അവനാണ് ഭാഗ്യവാൻ. ദരിദ്രമായ മനുഷ്യൻ ഭാഗ്യവാൻ. അവ വിശന്നിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വിശപ്പ് മാറുന്നുണ്ട്, ദാരിദ്ര്യം മാറുന്നുണ്ട്, സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നുണ്ട്, ദൈവിക പ്രതിഫലം അവർക്കുണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ ഭാഗ്യവാൻ. ദൈവത്തോട് തൻ്റെ ജീവിതാവസ്ഥയിൽ ദൈവത്തോടു കൂടെ ചേർന്ന് ദൈവത്തെ ആശ്രയമാക്കി ജീവിക്കപ്പെടുന്ന മനുഷ്യൻ ആരാണോ അവനാണ് യഥാർത്ഥത്തിൽ ഭാഗ്യവാൻ എന്ന് തിരുവചനം പഠിപ്പിക്കുക. കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തത്, കർത്താവ് നമ്മെ വിളിക്കുന്നത്, നമ്മെ വിളിച്ചിരിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ട തലങ്ങളിൽ ജീവിക്കുവാൻ അത്രേ. ദൈവത്തോട് ചേർന്ന് ദൈവത്തെ ആശ്രയമാക്കി ദൈവത്തെ ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു തലങ്ങളിൽ ഉയർന്നു വരുവാൻ അത്രയാണ് കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തത്. അങ്ങനെയാണ് എങ്കിൽ ഞാൻ മരുഭൂമി വൃക്ഷമാണോ ആറ്റരികത്തെ വൃക്ഷമാണോ? നമുക്കതെങ്ങനെ തിരിച്ചറിയുവാനായിട്ട് കഴിയും? ഞാൻ മരുഭൂമിയിൽ നട്ടവനാണോ? മരുഭൂമിയിലാണോ എൻ്റെ ജീവിതം നട്ടിരിക്കുന്നത്, അതോ എൻ്റെ ജീവിതത്തെ ആറ്റരികത്താണോ നട്ടിരിക്കുന്നത്? നമുക്കതെങ്ങനെയാണ് തിരിച്ചറിയുവാനായിട്ട് കഴിയുക? 3 ചിന്തകളിൽ കൂടെ ഇന്നത്തെ ധ്യാനം നമുക്ക് അവസാനിപ്പിക്കാം. 1, നമ്മുടേതായ ജീവിത രീതികൾ കൊണ്ട് ഞാൻ മരുഭൂമിയിലാണോ ആറ്റരികത്താണോ എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയും. നമ്മുടെ ജീവിത രീതികൾ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ 2 ജീവിത രീതികളിലൂടെ കടന്നുപോയ ഒരു മനുഷ്യൻ നമുക്ക് കാണുവാൻ കഴിയും. സൗൽ എന്ന മനുഷ്യൻ, പൗലോസ് എന്ന മനുഷ്യൻ. ഈ മനുഷ്യന്റെ ജീവിതം നാം ഒന്ന് പഠിക്കുകയാണെങ്കിൽ, ആ മനുഷ്യൻ 2 തലങ്ങളിൽ കൂടെ 2 തരത്തിലുള്ള ജീവിത രീതി ക്രമപ്പെടുത്തിയവനാണ്. അവന്റെ 1-ാമത്തെ ജീവിത രീതി എന്ന് പറയുന്നത് മരുഭൂമിയിലെ ജീവിത രീതിയാണ്.
ഈ മരുഭൂമിയിലെ ജീവിത രീതി പ്രയോജനമില്ലാത്ത ജീവിത രീതി, ഉപദ്രവിക്കുന്ന ജീവിത രീതി, എല്ലാവരെയും കൊല്ലുന്ന ജീവിത രീതി, എല്ലാവരെയും നശിപ്പിക്കുവാനായിട്ട് ഒരുങ്ങുന്ന ജീവിത രീതി, എല്ലാവരെയും ഉപദ്രവിച്ച് ക്രിസ്തു ശിഷ്യന്മാരൊക്കെ നശിപ്പിച്ച് അവരെ കൊലയ്ക്ക് വിട്ടുകൊടുക്കപ്പെടുന്ന ഒരു ജീവിത രീതി. അതാണ് ഒന്നാമത്തെ ജീവിത രീതി. അപ്പൊ ആ ഒരു ജീവിത രീതി നമ്മൾ നോക്കുകയാണെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ എന്ന ശൗല് അവന്റെ ഒന്നാമത്തെ ജീവിത രീതിയിൽ കൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അവൻ മരുഭൂമിയിൽ നട്ട വൃക്ഷം പോലെയാണ്. പ്രയോജനമില്ല, അവനെ കൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ലാതിരുന്നു. അവനിങ്ങനെ മറ്റുള്ളവരെ ശപിക്കുകയും മറ്റുള്ളവരെ നശിപ്പിക്കുകയും മറ്റുള്ളവരെ കൊല്ലുകയും ചെയ്യപ്പെടുന്ന ഒരു തലത്തിൽ കൂടെ ഉള്ള ഒരു ജീവിതമാണ്. അവനെ കൊണ്ട് പ്രയോജനമില്ല, മറ്റുള്ളവർക്കും പ്രയോജനമില്ല. ആ ഒരു ജീവിത തലത്തിൽ കൂടെ കടന്നുപോയവനാണ്. രണ്ടാമത്തെ ജീവിത രീതി എന്ന് പറയുന്നത് ദമസ്കോസിലേക്കുള്ള യാത്രയ്ക്ക് ശേഷമുള്ള ഒരു ജീവിത രീതിയാണ്. ആ ജീവിത രീതി എന്നത് ക്രിസ്തുവിന് വേണ്ടി മരിക്കുന്ന ഒരു ജീവിത രീതിയായിരുന്നു. ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന ഒരു ജീവിത രീതിയായിരുന്നു. ക്രിസ്തുവിനെ സ്നേഹിക്കുക, ക്രിസ്തുവിനെ സാക്ഷീകരിക്കുക, ക്രിസ്തുവിനോടൊപ്പം വളരുക എന്ന ഒരു ജീവിത രീതി. പൗലോസ് അപ്പോസ്തലൻ പറയുന്നതിനാണ് മരണം എനിക്ക് ലാഭമെന്ന പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ പറയപ്പെടുന്നത്. അത്രത്തോളം ക്രിസ്തുവിന് വേണ്ടി ത്യാഗം അർപ്പിച്ച്, ക്രിസ്തുവിന് വേണ്ടി ത്യജിക്കപ്പെട്ട്, ക്രിസ്തുവിന് വേണ്ടി ഒറ്റപ്പെട്ട്, ക്രിസ്തുവിന് വേണ്ടി ആ കഷ്ടത അനുഭവിച്ച് ജീവിക്കപ്പെടുന്ന ആളുകൾ. അപ്പോൾ അവൻ്റെ രണ്ടാമത്തെ ജീവിത രീതി എന്ന് പറയപ്പെടുന്നത് ആറ്റരികത്തുള്ള ജീവിതം, പ്രയോജനമുള്ള ഒരു ജീവിതമാണ്, തണൽ നൽകുന്ന ഒരു ജീവിതമാണ്, പച്ചപ്പിൻ്റെ ഒരു ജീവിതം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത രീതികൾ എങ്ങനെയാണ്? നമ്മുടെ ജീവിത രീതികൾ കൊണ്ട് നമുക്ക് നമ്മെ തന്നെ ഒന്ന് നോക്കിക്കാണുവാനായിട്ട് കഴിയും. ഞാൻ മരുഭൂമിയിൽ നട്ടവനാണോ അതോ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷമാണോ? ഞാൻ പറയുകയുണ്ട്, കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തത് മരുഭൂമിയിൽ നടുവാനായിട്ടല്ല, മരുഭൂമി വളരുവാനായിട്ടല്ല. കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തത് ആറ്റരികത്ത് നടുവാനായിട്ടും ആറ്റരികത്ത് വളരുവാനായിട്ടും അത്രയാണ്. പച്ചപ്പുള്ള തണലേക്കപ്പെടുന്ന ഒരു വൃക്ഷമായി, പടുവൃക്ഷമായി തീരുവാൻ അത്രയാണ് കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തത്. അപ്പോൾ നമ്മുടെ ജീവിത രീതികൾ കൊണ്ട് ഞാൻ എവിടെയാണോ നിൽക്കുന്നത് എന്ന് നമുക്കൊന്ന് തിരിച്ചറിയുവാനായിട്ട് സാധ്യമാകും. യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ മനുഷ്യർ യേശുക്രിസ്തുവിനെ അനുഗമിച്ചിരുന്നതാണ്. ഒത്തിരിയേറെ വ്യക്തികൾ യേശുക്രിസ്തുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ആ കൂട്ടത്തിലുണ്ടാകുന്നവരെല്ലാവരും ഒരേ ജീവിത രീതികളുള്ളവരല്ല. യേശുവിനെ സ്നേഹിച്ചവരുണ്ടായിരുന്നു, യേശുവിൻ്റെ നന്മകൾ ഉൾക്കൊള്ളുന്നുണ്ടായിരുന്നു, ആറ്റരികത്ത് നട്ട വൃക്ഷം പോലെ വളർന്ന് പന്തലിച്ച ഒരു ജീവിത രീതികൾ ഉള്ളവരുണ്ടായിരുന്നു. അതേസമയം യേശുവിനെ ഉപദ്രവിക്കുകയും യേശുവിനെ പരിഹസിക്കുകയും യേശുവിനെ ഒറ്റപ്പെടുത്തുകയും ചെയ്യപ്പെടുന്ന ഒരു ജീവിത രീതികളുള്ളവരുണ്ടായിരുന്നു. പരീക്ഷന്മാരും ശാസ്ത്രിമാരൊക്കെ നാം നോക്കുകയാണെങ്കിൽ അവരെല്ലാവരും മരുഭൂമിയിലെ വർഷക്കണക്ക് ജീവിച്ചവരാണ്. പ്രയോജനമില്ല, ആർക്കും പ്രയോജനമില്ലാത്തവരായിരുന്നു. സ്വയം നീതിമാന്മാർ എന്ന് എണ്ണുകയും നീതിമാന്മാരായി ജീവിക്കുകയും ആഗ്രഹിച്ച ജീവിത രീതി ഉള്ളവരായിരുന്നു. അത്തരത്തിലുള്ള ജീവിത രീതികളുള്ള മനുഷ്യരെ നോക്കിയിട്ട് കർത്താവ് വിളിക്കുന്ന പേരിങ്ങനെയാണ്: കപടഭക്തിക്കാരെ, വെള്ളദേശ ശവക്കല്ലറകളെ, സർപ്പസന്തതികളെ എന്നൊക്കെയാണ് കർത്താവ് അവർ വിളിക്കുന്നത്. കാരണം അവരെ കൊണ്ട് ഒരു പ്രയോജനമില്ല. വെള്ളദേശ ശവക്കല്ലറ പ്രയോജനമില്ല, കപടഭക്തി പ്രയോജനമില്ല, സർപ്പസന്തതികൾ പ്രയോജനമില്ല, വിഷച്ചീറ്റുന്ന അനുഭവമാണ്. അപ്പോൾ ഈ പ്രയോജനമില്ലാത്ത അനുഭവ ജീവിത രീതികളുള്ളവർ മരുഭൂമിയിൽ നട്ട വൃക്ഷത്തെ പോലെയാണ്. അത് കരിഞ്ഞു വാടിപ്പോകുന്ന ഒരു അനുഭവം അവർക്കുണ്ട് എന്ന് തന്നെയാണ്. പ്രിയമുള്ളവരെ, ഞാൻ മരുഭൂമിയിലാണോ ജീവിക്കുന്നത്, ആറ്റരികത്താണോ ജീവിക്കുന്നത്? നമുക്ക് നമ്മുടെ ചിന്തകൾ കൊണ്ട്, നമ്മുടെ ജീവിത രീതികൾ കൊണ്ട് നമുക്കൊന്ന് വിലയിരുത്താം. നമ്മുടെ ജീവിത രീതികൾ കൊണ്ട് മറ്റുള്ളവർ നമ്മെ വിലയിരുത്തട്ടെ. ഞാൻ മരുഭൂമിയിലാണോ ആറ്റരികത്താണോ? നമ്മുടെ ജീവിത രീതികൾ കൊണ്ട് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും, ഞാൻ മരുഭൂമിയിലെ വൃക്ഷമാണോ ആറ്റരികത്തെ വൃക്ഷമാണോ? ജീവിത രീതികൾ കൊണ്ട് മരുഭൂമിയിലെ വൃക്ഷമായി തീരുകയല്ല, ആറ്റരികത്തെ വൃക്ഷമായി തീരുവാനത്രേ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. രണ്ടാമത്, നമ്മുടെ ജീവിതത്തെ നമുക്ക് എങ്ങനെ തിരിച്ചറിയുവാനായിട്ട് കഴിയും? രണ്ടാമത് പറയുന്നുണ്ട്, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് തിരിച്ചറിയുവാനായിട്ട് കഴിയും. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട്. എന്താണ് നമ്മുടെ പ്രവൃത്തി എന്ന് പറയുന്നത്? സുവിശേഷങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നല്ല സമരിക്കാരൻ്റെ ഒരു ഉപമയുണ്ട്. ഈ നല്ല സമരിക്കാരൻ്റെ ഉപമയിൽ 3 മനുഷ്യരെയാണ് അവിടെ എടുത്ത് പറയുന്നത്. ഈ 3 മനുഷ്യർ 2 ജീവിത രീതികളുള്ളവരാണ്. ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ലേവ്യരും പുരോഹിതരും 2 മനുഷ്യരാണ്. ഈ 2 മനുഷ്യരെ ചൂണ്ടിക്കാണിക്കുന്നത് മരുഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർ ഒരു പ്രയോജനമില്ല.
വഴിയേ വീണ് കിടക്കുകയാണ്. അവനെ കണ്ടിട്ടും കാണാതെ കടന്നു പോവുകയാണ്. അവനെ എടുക്കുന്നില്ല, അവന്റെ അടുക്കൽ പോകുന്നില്ല, അവനെ ആശ്വസിപ്പിക്കുന്നില്ല, അവന് വേണ്ടുന്നത് എന്ത് എന്ന് ചോദിക്കുന്നില്ല. മരുഭൂമി കണക്കെ മരുഭൂമി ജീവിക്കപ്പെടുന്ന വൃക്ഷത്തെ പോലെ അവർ മാറുകയാണ്. അവർ അവരുടേതായ തലങ്ങളിലേക്ക്, അവരിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാണ്. അവിടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് മാത്രം അവർ ഒന്ന് മടങ്ങി വരികയാണ് ചെയ്യപ്പെടുന്നത്. അവിടെ പ്രവൃത്തി എന്ന് പറയപ്പെടുന്നത് പ്രയോജനമില്ലാത്ത ഒരു പ്രവൃത്തിയാണ്. അതേസമയം മറ്റൊരു മനുഷ്യൻ ഇവിടെ പറയുകയാണ്, ശമര്യക്കാരൻ. ഈ ശമര്യക്കാരന്റെ ജീവിതത്തെ പറയുന്നത്, അവൻ ഈ കിടന്നിരിക്കുന്ന മനുഷ്യന്റെ അടുക്കൽ വന്ന് അവനെ ഒന്ന് നോക്കി, തൻ്റെ വാഹനത്തിൽ നിന്ന് ഇറങ്ങി അവന്റെ അടുക്കലേക്ക് പോയി അവനെ ആശ്വസിപ്പിച്ചു, അവന്റെ മുറിവ് കെട്ടി, അവനെ താങ്ങിയെടുത്തു, അവനെ തൻ്റെ വാഹനത്തിൽ കിടത്തി, അവനെ വഴിയമ്പലത്തിൽ കൊണ്ടുപോയി അവനെ പരിചരിക്കുവാനുള്ള വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും സാധ്യതകളും നൽകി സമ്പത്ത് ചെലവഴിച്ചു, വേണ്ടി വന്നാൽ അധികം നൽകാമെന്ന് പറഞ്ഞ് അവൻ മടങ്ങിപ്പോവുകയാണ്. ഇതാണ് ജീവിത പ്രവർത്തനം എന്ന് പറയപ്പെടുന്നത്. മരുഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് കണ്ടിട്ടും കാണാതെ പോകുന്ന അവസ്ഥയാണ്. അവിടെ പ്രവൃത്തി എന്ന് പറയപ്പെടുന്നത് തന്നിൽ ആശ്രയിക്കപ്പെടുന്ന, തൻ്റെ പേരെടുക്കപ്പെടുന്ന പ്രവൃത്തിയാണ്, തൻ്റെ നന്മകൾ കണ്ടെത്തുന്ന ഒരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിയല്ല കർത്താവ് ആഗ്രഹിക്കുന്നു. ശമര്യക്കാരനെ പോലെ ചേർത്ത് പിടിക്കപ്പെടുന്ന, അത്യധികത്തെ വൃക്ഷം പോലെ തണലേകുന്ന, പച്ചപ്പ് കൊടുക്കുന്ന പ്രവൃത്തികളാണ് കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ മുടിയനായ പുത്രന്റെ ഉപമയിലേക്ക് വരുമ്പോൾ, അവിടെ സഹോദരൻ മടങ്ങി വന്നപ്പോൾ മൂത്ത ജ്യേഷ്ഠൻ അവനെ അംഗീകരിക്കുവാനായിട്ട് കഴിയുന്നില്ല. മരുഭൂമി കണക്കി ജീവിക്കപ്പെടുന്ന ഒരു വൃക്ഷത്തെ പോലെ അവൻ മാറുകയാണ്. അവനെ ഒന്ന് കാണുവാനായിട്ടോ അവൻ്റെ അടുക്കൽക്ക് കടന്നു പോകുവാനായിട്ടോ അവനെ ചേർത്ത് പിടിക്കുവാനോ ഒക്കെ അവന് കഴിയുന്നില്ല. അതാണ് ആ ജീവിത പ്രവർത്തികൾ കൊണ്ട് നമുക്ക് തിരിച്ചറിയുവാനായിട്ട്. മരുഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനെ പോലെ അവനൊന്ന് മാറി നിൽക്കുകയാണ്. അതേസമയം അറ്റരികത്ത് നിൽക്കുന്ന അപ്പൻ തൻ്റെ മകൻ മടങ്ങി വന്നപ്പോൾ ഓടിപ്പോവുകയാണ്, അവനെ കെട്ടിപ്പിടിക്കുകയാണ്. അവൻ്റെ പ്രവൃത്തി എന്ന് പറയപ്പെടുന്നത് ആറ്റരികത്തെ വൃക്ഷം പോലെ തഴച്ചു വളരുന്ന പ്രവൃത്തിയാണ്. അവന് വസ്ത്രം കൊടുക്കുന്നു, കൈക്ക് മോതിരമിടുന്നു, കാലിന് ചെരുപ്പിടുന്നു, അവന് വേണ്ടുന്ന വിരുന്നൊരുക്കുന്നു, ഇതൊക്കെ ചെയ്യണം. പ്രവൃത്തി കൊണ്ട് തിരിച്ചറിയുവാൻ കഴിയും ആ മടിയനായ പുത്രന്റെ ഉപമയിൽ ആരാണ് ആറ്റരികത്ത് നട്ടത് വൃക്ഷവും ആരാണ് മരുഭൂമിയിൽ നട്ട വൃക്ഷവും എന്ന് പ്രവൃത്തികൾ കൊണ്ട് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയും. പ്രിയപ്പെട്ടവരെ, പ്രവൃത്തികൾ കൊണ്ട് നമുക്ക് നമ്മെ തന്നെ തിരിച്ചറിയുവാൻ കഴിയും. ഞാൻ മരുഭൂമിയിലാണോ, ഞാൻ ആറ്റരികത്ത് ആണോ? ബാബേൽ ഗോപുരം പണിതൊരു മനുഷ്യനുണ്ടായിരുന്നു. ബാബേൽ ഗോപുരം പണിയുവാനായിട്ട് ഈ മനുഷ്യരെല്ലാം ഒന്നിച്ചൊരിടത്ത് വരികയാണ്. അവർ പ്രവർത്തിക്കുകയാണ്, അവർ വാഞ്ചിക്കുകയാണ്. അവരുടെ പ്രവൃത്തി കൊണ്ട് അവരിങ്ങനെ ആ ഒരു ഗോപുരം ഉയർത്തുവാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ എല്ലാ കൂട്ടായ്മകൾക്കുണ്ട്, അവർക്കൊരു കരുത്തുണ്ടായിരുന്നു. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അവർക്ക് നട്ടല്ലുണ്ടായിരുന്നു എന്നാണ്. അവർക്ക് നട്ടല്ലുണ്ടായിരുന്നു. ഈ നട്ടല് അവർക്കുള്ളത് കൊണ്ട് അവർക്ക് പണിയുവാനായിട്ട് കഴിഞ്ഞു. പക്ഷേ നട്ടല്ലുണ്ടായിരുന്നിട്ട് കാര്യമില്ല, നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള വകതിരിവ് അവർക്കില്ലായിരുന്നു, തിരിച്ചറിവ് അവർക്കില്ലായിരുന്നു എന്നാണ്. ചെയ്യാനിരിക്കുന്ന കാര്യം, ചെയ്യുന്ന കാര്യം നല്ലതാണോ തെറ്റാണോ എന്ന് തിരിച്ചറിയുവാനായിട്ടുള്ള തിരിച്ചറിവ് അവർക്കില്ലായിരുന്നു. അവർ ചെയ്യുകയാണ്, എന്തൊക്കെയൊക്കെ ചെയ്യുകയാണ്, തിരിച്ചറിവ് അവർക്കില്ലാതെ പോവുകയാണ്. പ്രവർത്തിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വകതിരിവ് നമുക്കുണ്ടാകണം. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ശരിയാണോ തെറ്റാണോ എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു തിരിച്ചറിവിനിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ എൻ്റെ പ്രവൃത്തി കൊണ്ട് ഞാൻ ആറ്റരികത്താണോ മരുഭൂമിയിലാണോ വൃക്ഷം എന്ന് കരുതുവാൻ, എന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധ്യമാവുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രവൃത്തി കൊണ്ട് തിരിച്ചറിയുവാൻ കഴിയും നീ എവിടെ നിൽക്കുന്ന വൃക്ഷമാണ്, ഞാൻ എവിടെ നിൽക്കുന്ന വൃക്ഷമാണ്. നമ്മുടെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണോ ചീത്തയാണോ എന്ന് സ്വയം തിരിച്ചറിയും. ചീത്തയാണെങ്കിൽ അതിനെ മാറ്റിവെച്ച് നല്ലതാണെങ്കിൽ അതിനെ പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയണം. അവിടെയാണ് ആറ്റരികത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെ നമ്മുടെ ജീവിതത്തെ ഉയർത്തുവാനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ. മൂന്നാമത്, നാം ആറ്റരികത്താണോ മരുഭൂമിയിലാണോ എന്ന് ചോദിക്കുമ്പോൾ മൂന്നാമത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് നമ്മുടെ വാക്കുകൾ കൊണ്ട് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും ഞാൻ മരുഭൂമിയിലാണോ ആറ്റരികത്താണോ. നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്നു വരുന്ന വാക്കുകൾ കണ്ടിട്ട്, ഏത് വാക്കാണ് നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെട്ട് വരുന്നത്? സ്നേഹത്തിൻ്റെ വാക്കുകളാണോ അതോ പകയുടെ വാക്കുകളാണോ?
കരുതലിൻ്റെ വാക്കുകളാണോ, ആശ്വാസത്തിൻ്റെ വാക്കുകളാണോ, അതോ വിദ്വേഷത്തിൻ്റെ വാക്കുകളാണോ? നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന വാക്കുകൾ കൊണ്ട് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും. എൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ടുന്ന വാക്കുകൊണ്ട് എന്നെ തിരിച്ചറിയുവാൻ കഴിയും, ഞാൻ ആറ്റരികത്താണോ അതോ മരുഭൂമിയിലാണോ. മറ്റുള്ളവർ എന്നെ വിലയിടുന്നത് എങ്ങനെയാണ്, നമ്മെ വിലയിടുന്നത് എങ്ങനെയാണ്, ഞാൻ എവിടെയാണ് ജീവിക്കുന്നത്? ഒരു വിശ്വാസ നിലയിൽ ഞാൻ ഏത് ഇടത്താണോ ഞാനാകുന്ന വൃക്ഷത്തെ നട്ടിരിക്കുന്നത്? ഞാൻ നടേണ്ടത് ആറ്റരികത്തെ വൃക്ഷത്തെ ആണ്. എന്നെ നട്ടുപിടിപ്പിക്കേണ്ടത് ആറ്റരികത്ത് ആണ് എന്നുള്ള ഉത്തമ ബോധ്യം നമുക്ക് ഉണ്ടാകട്ടെ. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടമായി. നമുക്കറിയാം, ഇയ്യോബ് എല്ലാം നഷ്ടമായി ഒറ്റപ്പെട്ട് ഒരു ആശ്വാസമില്ലാതെ ജീവിക്കുന്ന സാഹചര്യത്തിൽ ഇയ്യോബിൻ്റെ ഭാര്യ വന്ന് ഇയ്യോബിനെ തള്ളിപ്പറയുക. എല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് ഇയ്യോബ് തൻ്റെ നാവ് കൊണ്ട് ഇങ്ങനെ പറയുന്നത്. അവൻ ശപിച്ചില്ല, ദൈവത്തെ ശപിച്ചില്ല, കൂടെ നിന്നവരെ ശപിച്ചില്ല, ആരും ശപിച്ചില്ല, അവൻ ആരും ഉപദ്രവിച്ചില്ല. അവൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ടെന്ന വാക്ക് ഇത്രയേ ഉള്ളൂ: യഹോവ തന്നു, യഹോവ എടുത്ത്, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജീവിതത്തിന്റെ സഹനത്തിലും ജീവിതത്തിന്റെ വേദനയിലും ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷത്തെ പോലെ അവൻ്റെ ജീവിതം ഒന്ന് വളർന്നു വന്നു എന്നത് തന്നെയാണ്. അപ്പം നമ്മുടെ വാക്കുകൾ കൊണ്ട് തിരിച്ചറിയുവാൻ കഴിയും ആറ്റരികത്താണോ മരുഭൂമിയിൽ ആണോ എന്ന്. പ്രിയപ്പെട്ടവരെ, ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷത്തിൻ്റെ സ്വഭാവം നമ്മളുണ്ടാകട്ടെ. എന്താണ് ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷത്തിൻ്റെ സ്വഭാവം? ഇവിടെ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-8 വാക്യത്തിൽ പറയുന്നു, അതെപ്പോഴും ഫലം കായ്ച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഫലമില്ലാത്ത ദിവസങ്ങൾ ഉണ്ടാകത്തില്ല, ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ഉഷ്ണം തട്ടുമ്പോൾ അത് വാടിപ്പോകത്തില്ല എന്ന് പറയുമ്പോൾ, കഷ്ടത വരുമ്പോൾ, ചൂടുണ്ടാകുമ്പോൾ, ഒറ്റപ്പെടലുകൾ ഉണ്ടാകുമ്പോൾ അത് വാടിപ്പോകത്തില്ല. അതിൻ്റെ ഇല ഇങ്ങനെ പച്ചയായിരിക്കും, അത് ഇല കൊഴിഞ്ഞു പോകത്തില്ല, അത് മറ്റുള്ളവർക്ക് തണലേക്കും. അതാണ് ആറ്റിൽ നട്ടിരിക്കുന്ന വൃക്ഷം. ആ ഒരു വൃക്ഷം പോലെ ആകുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. ആ ഒരു വൃക്ഷം പോലെ ആകുവാനായിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നത്? അതാണ് ഇവിടെ 3 കാര്യങ്ങൾ പറയുന്നത്. എൻ്റെ ജീവിത രീതികൾ കൊണ്ട് ആറ്റരികത്തെ വൃക്ഷമായി നമുക്ക് തീരാം. എൻ്റെ പ്രവൃത്തികൾ കൊണ്ട് ആറ്റരികത്തെ വൃക്ഷമായി നമുക്ക് തീരാം. എൻ്റെ വാക്കുകൾ കൊണ്ട് ആറ്റരികത്തെ വൃക്ഷമായി നമുക്ക് തീരാം. ഫലം കായ്ക്കുന്ന വൃക്ഷമായിട്ട് നമുക്ക് തീരാം. അതാണ് ലൂക്കോസ് സുവിശേഷം 6-ാം-20 മുതലുള്ള വാക്യങ്ങൾ. കർത്താവായ ക്രിസ്തു ഇങ്ങനെ പറയും: ദരിദ്രന്മാരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് ദൈവരാജ്യമുണ്ട്, കാരണം നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ്. ആർക്കാണ് ദൈവരാജ്യമുള്ളത്? ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവരല്ല, ദാരിദ്ര്യത്തിലും ദൈവത്തെ അറിയുന്നവരെയാണ് ഭാഗ്യവാന്മാർ. അവർക്കാണ് ദൈവരാജ്യം അവകാശമാക്കി ലഭിക്കുന്നത്. തുടർന്ന് പറയുന്നത്, വിശന്നിരിക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് തൃപ്തി വരും. യേശുവിനെ കാണുവാനായിട്ട് ഓടി വന്ന പുരുഷാരെ വളരെ ക്ഷീണാവസ്ഥയിലാണ്, വിശന്ന അവസ്ഥയിലാണ്. ആ വിശന്ന അവസ്ഥയിൽ അവരെ കൈവിടില്ല കർത്താവ്. അവർ കർത്താവിൻ്റെ അടുക്കൽ വന്ന കർത്താവിനെ ആശ്രയിച്ചിട്ടാ. ഈ കർത്താവിനെ ആശ്രയിച്ച് കർത്താവിൻ്റെ അടുക്കൽ വന്ന ആ മനുഷ്യരുടെ വിശപ്പറിഞ്ഞ് തൃപ്തിയാകുമെന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ. അതാണ് കർത്താവായ ക്രിസ്തു ഇവിടെ പറയുന്നത്: നിങ്ങൾ വിശന്നിരിക്കുന്നുണ്ട് എങ്കിൽ, വിശക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ കർത്താവിൽ ആശ്രയം വയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൃപ്തി ലഭിക്കും, നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് കർത്താവ് പറയണം. 3-ാമത് പറയുന്നു, നിങ്ങൾ കരയുന്നവരാണ് എങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. ആരെങ്കിലും നിങ്ങൾ ഉപദ്രവിച്ച് കണ്ണുനീർ വാർത്തുകൊണ്ട് നിങ്ങൾ കർത്താവിനെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ, മനുഷ്യരിൽ ആശ്രയമല്ല കർത്താവിൽ ആശ്രമിക്കുന്നുണ്ടെങ്കിൽ, കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിച്ച് നിങ്ങളുടെ കണ്ണീരൊപ്പും. അതാണ് ലാസന്റെ ഭവനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. ലാസൻ മരിച്ചുപോയി. ലാസന്റെ ഭവനത്തിൽ വന്ന കർത്താവ് കരഞ്ഞും കലങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ നോക്കിയിട്ട് അവരുടെ കണ്ണുനീരൊപ്പി അവരെ ചിരിപ്പിക്കുകയാണ്. ലാസന്റെ ഉയർത്തെഴുന്നേൽപ്പ്, ലാസന്റെ മടങ്ങി വരവ് അവ ഒരു ഭാഗ്യകരമായ തലത്തിലേക്ക് ആ കുടുംബത്തെ ഉയർത്തുകൊണ്ടുവരാൻ, ചിരിക്കുന്ന അവസ്ഥയിലേക്ക് ആ കുടുംബത്തെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. കരയുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. ആരാണോ നിങ്ങളെ തള്ളിക്കളയുന്നവർ, അവിടെ മധ്യേ ദൈവം നിങ്ങളെ ഉയർത്തുമെന്ന് തിരുവചനം. അപ്പോൾ യഹോവയിൽ ആശ്രയിക്കുന്നവൻ അവൻ ആറ്റത്തിൽ നട്ടിരുന്ന വൃക്ഷം പോലെ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ആശ്രയം യഹോവയിലാകാം. നമുക്ക് നമ്മുടെ ആശ്രയം യഹോവയിൽ വയ്ക്കാം. നമ്മുടെ ചിന്തകൾ യഹോവയിൽ വയ്ക്കാം. നമ്മുടെ സഹായം, നമ്മുടെ സങ്കേതം ഒക്കെ കർത്താവായ ദൈവം തന്നെയാണ്. അതുകൊണ്ട് 46-ാമത്തെ വാക്യത്തെ വന്ന് മനുഷ്യനെ ആശ്രയിക്കാതെ യഹോവയിൽ ആശ്രയിക്കുക. കഷ്ടകാലങ്ങളിൽ അവനെ പേർ ചൊല്ലി വിളിക്കേണ്ട, കഷ്ടകാലം ഏറ്റവും അടുത്ത തുണയായി കർത്താവ് കൂടെയുണ്ട്. യഹോവയിൽ ആശ്രയം വെച്ചുകൊണ്ട്, യഹോവയെ സ്നേഹിച്ചുകൊണ്ട്, യഹോവയോടൊപ്പം ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നല്ല ഫലം കായ്ക്കുവാനായിട്ട്, വാടിപ്പോകാത്ത ഇലകളോടും പ്രവൃത്തികളോടൊക്കെ പ്രവർത്തിക്കുവാൻ, ജീവിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകും. കാൽവരി ക്രൂശിലെ ക്രിസ്തു നമ്മെ തിരഞ്ഞെടുത്തത് നല്ല ഫലം കായ്ക്കുവാൻ അത്രേ. ഒരു നോമ്പ് കാലഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുവാനിരിക്കുക. ഈ നോമ്പ് കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങുന്ന ഈ നാളുകളിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാം. ഞാൻ മരുഭൂമിയിലാണോ,
ഞാൻ ആറ്റരികത്താണ്. മരുഭൂമിയിലാണ് എങ്കിൽ അവിടെ നിന്ന് നമുക്ക് മടങ്ങാം ആറ്റരികിലേക്ക്, ആറ്റിൻ്റെ അരികിലേക്ക്, വെള്ളമുള്ള ആ നീർത്തടാകങ്ങളുടെ അടുക്കിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. കർത്താവിനെ ഭുജിക്കാം, കർത്താവിനെ ഭക്ഷിക്കാം, കർത്താവിനെ ചേർത്ത് പിടിക്കാം, പച്ചപ്പിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകാം. അതിന് ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മെ സഹായിക്കട്ടെ. സകല ബുദ്ധിയും ഈ ദിവസമാത്താൻ നമ്മുടെ ഹൃദയങ്ങളും നിലവിളും ക്രിസ്തേശുങ്കൽ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് എഴുന്നേൽക്കാം. ധർമ്മേശ്വര വാക്യങ്ങൾ പാടി പ്രാർത്ഥിക്കാം.